ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ നടന്ന ഡിഗ്രി പ്രിലിംസിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഡേറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫാക്ടർ വിലയ്ക്ക് NNP. അപ്പോൾ ഫാക്ടർ വിലയ്ക്ക് NNP എന്ന് പറഞ്ഞാൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് NNP യുടെ വിപണി വില. NNP യുടെ വിപണി വില എന്ന് പറഞ്ഞാൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പം NNP യുടെ വിപണി വില 5000 കോടിയാണ്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് 400 കോടിയാണ്. സബ്സിഡി എന്ന് പറഞ്ഞാൽ 200 കോടി. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. നമുക്ക് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? NNP യുടെ വിപണി വില, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ട്. സബ്സിഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇതിനകത്ത് ഇല്ല, പക്ഷെ അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് 400 ആണ്. ഇതിൽ നിന്ന് സബ്സിഡി ആയ 200 രൂപ അത് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് ഈക്വൽ ടു 200. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതായത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 കോടി. ഇതിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 200. ഇത് മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4800 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. 4800 കോടിയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടാനായിട്ട് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു പോർഷൻ, അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നാഷണൽ ഇൻകത്തിലാണ്. അപ്പൊ നമുക്ക് നാഷണൽ ഇൻകത്തിന്റെ വേരിയബിൾസ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നാഷണൽ ഇൻകത്തെ കുറിച്ചാണ്. അപ്പം എന്താണ് നാഷണൽ ഇൻകം? ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. നാഷണൽ ഇൻകം ഇസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ അക്കൗണ്ടിംഗ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അപ്പൊ ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഡെഫിനിഷനെ ടോട്ടൽ മണി വാല്യൂ, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫിനാൻഷ്യൽ ഇയർ, അങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തിനാ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ഗ്രോത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ ഇന്ത്യയുടെ GDP 5% ഇൻക്രീസ് ചെയ്തു, 10% ഇൻക്രീസ് ചെയ്തു, 11% ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ ഗ്രോത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാഷണൽ ഇൻകം നമുക്ക് 3 വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പിന്നെ നാഷണൽ ഇൻകത്തിന്റെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. GDP, GNP, NNP, പിന്നെ പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബാക്കി എല്ലാത്തിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാം.
അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷനെ നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ഒന്നാമത്തെ സ്പ്ലിറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫിനാൻഷ്യൽ ഇയർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ടോട്ടൽ മണി വാല്യൂ. അപ്പൊ നമ്മൾ എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നതിനെ കുറിച്ചാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമ്മൾ ഫൈനലായിട്ട് കൺസ്യൂം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബാങ്കിങ്, അതുപോലെ തന്നെ ടീച്ചിങ്, അതൊക്കെ സർവീസസിൽ വരും. ഇപ്പൊ ഈ പെന്ന്, ഈ ഉടുപ്പ്, ഈ ബോർഡ്, അതൊക്കെ ഗുഡ്സിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡിവിഷൻ ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ടും പെടും കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഇതിനെ നമ്മൾ ഫൈനൽ ഗുഡ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസംഷൻ ഫൈനലായി, പിന്നെ അതിനെ നമുക്ക് വേറൊന്നിനും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ ഈ ഡ്രസ്സ്, ഈ പെന്ന് എന്നൊക്കെ പറയുന്നത് ഫൈനൽ ഗുഡ് ആണ്. അപ്പൊ ഫർദർ ആയിട്ട് നമുക്ക് ഇതിനെ, അതായത് ഇപ്പത്തെ അതിന്റെ യൂസേ ഉള്ളൂ. ഫർദർ ആയിട്ട് ഇതിനെ നമുക്ക്, ഈ ഡ്രസ്സിനെ നമുക്ക് വേറൊരു പുതിയ ഡ്രസ്സാക്കി മാറ്റാൻ പറ്റില്ല, ഈ പെന്നിനെ പുതിയൊരു പെന്നാക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അതിനാണ് നമ്മൾ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. അതിന്റെ കൺസംഷൻ ഫൈനൽ ആണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ അതിനി ഫർദർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഉടുപ്പുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോട്ടൺ, ഈ കോട്ടൺ അതൊരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ആ കോട്ടൺ വെച്ചിട്ട് നമുക്ക് പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതായത് ആ കോട്ടൺ വെച്ച് പല ഉടുപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി റോ മെറ്റീരിയൽസ് ഒക്കെ ഇന്റർമീഡിയറ്റ് ഗുഡിലാണ് വരിക. അതായത് ഗുഡ്സിന്റെ രണ്ട് ഡിവിഷൻ, ഫൈനൽ ഗുഡും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഗുഡും. ബേസിക് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺസംഷൻ, അതിന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കൺസംഷൻ തീർന്നു. അതായത് ഇപ്പൊ ഈ പെൻ ഒരു എക്സാമ്പിൾ, ഈ ഡ്രസ്സ് ഒരു എക്സാമ്പിൾ. ഇതിന് നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റില്ല, എന്നിട്ട് സെല് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും, അതിന് ഇനിയും എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ പഞ്ഞി. അതായത് പഞ്ഞി നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൂടെ. അപ്പൊ അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി ഈ ഫൈനൽ ഗുഡ്സിനെ തന്നെ നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഗുഡ് എന്നും കൺസ്യൂമർ ഗുഡ് എന്നും. അപ്പൊ കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ, ഇപ്പൊ ഒരു മഞ്ചിന്റെ പാക്കറ്റ് ഞാൻ മേടിച്ച് കഴിച്ചു, അത് കൺസ്യൂമർ ഗുഡ് ആണ്. അതിന്റെ കൺസംഷൻ അവിടെ തീർന്നു, അത് പെറിഷബിളും ആണ്. അതുപോലെ തന്നെ അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കേടായി പോകത്തില്ലേ, ഞാൻ മേടിച്ച് കഴിക്കുന്നോടം വരെയല്ലേ അതിന്റെ ഒരു ഇതുള്ളൂ. അപ്പൊ അതെന്ന് പറഞ്ഞൊരു കൺസ്യൂമർ ഗുഡ് ആണ്. ഇനി ക്യാപിറ്റൽ ഗുഡിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഒരു ഫൈനൽ ഗുഡ് ആണ്, പക്ഷെ അതൊരു ക്യാപിറ്റൽ ഗുഡ് ആണ്. ക്യാപിറ്റൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് നമുക്ക് ഇനിയും എന്തെങ്കിലും, ഇപ്പോൾ ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു ഫേമിലുള്ള ആൾക്കാർ ലാപ്ടോപ്പ് മേടിച്ചു എന്ന് വിചാരിക്കേ, അപ്പൊ അവർക്ക് പിന്നെ ഈ ലാപ്ടോപ്പ് കൊണ്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും. ഇപ്പൊ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അവിടെ നടക്കുമല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മെഷീനറീസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അതാണ് ഗുഡ്സിന്റെ ഡിവിഷൻ. അതായത് ഗുഡ്സിനെ നമ്മൾ ഫൈനൽ എന്നും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഫൈനൽ ഗുഡിനെ തന്നെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഗുഡ് എന്നും കൺസ്യൂമർ ഗുഡ്സ് എന്നും. കൺസ്യൂമർ ഗുഡ്സിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡ്യൂറബിൾ എന്നും നോൺ ഡ്യൂറബിൾ എന്നും. ആ ഡിവിഷൻ കാണിച്ചു തരാം. അതായത് ഗുഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫൈനൽ ഗുഡ്സ് എന്നും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നും. അപ്പൊ ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ കൺസംഷനോട് അത് തീർന്നു. പിന്നെ അതായത് ഇപ്പൊ ഈ പേന ഒരു ഫൈനൽ ഗുഡാണ്, ഡ്രസ്സ് ഒരു ഫൈനൽ ഗുഡാണ്. ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ എക്സാമ്പിൾ ആണ് പഞ്ഞി. ഇനി ഈ ഫൈനൽ ഗുഡിനെ പിന്നെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ് എന്നും കൺസ്യൂമർ ഗുഡ് എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഗുഡും കൺസ്യൂമർ ഗുഡും. അപ്പൊ ഈ കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇപ്പൊ ഒരു ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ഗുഡാണ്. അത് കഴിച്ചാൽ അത് തീർന്നു, അതിന് നമുക്ക് പിന്നെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗുഡാണ്. അല്ലെങ്കിൽ ഒരു മെഷീൻ, ഒരു തയ്യൽ മെഷീൻ മേടിച്ചു, അതൊരു ക്യാപിറ്റൽ ഗുഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ക്യാപിറ്റൽ ഗുഡ്. ഇനി ഈ കൺസ്യൂമർ ഗുഡ്സിനെ നമ്മൾ ഡ്യൂറബിൾ എന്നും നോൺ ഡ്യൂറബിൾ എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറെ കാലം നിൽക്കുന്നത്, കുറെ കാലം നിൽക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിൾ ആണ്, കുറെ കാലം നിൽക്കും. പക്ഷെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നോൺ ഡ്യൂറബിൾ ആണ്, കുറച്ചു കാലം നിൽക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഗുഡ്സിന്റെ ഒരു ഡിവിഷൻ വരുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഫൈനൽ ഗുഡ് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ് എന്താണ്, കൺസ്യൂമർ ഗുഡ്സ് എന്താണ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്താണ്, നോൺ ഡ്യൂറബിൾസ് എന്താണെന്നൊക്കെ ഉള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ അടുത്ത നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 മെത്തേഡ് യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. ആ 3 മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതുപോലെ തന്നെ ഇൻകം മെത്തേഡ്. ഇത് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതെന്താണെന്ന് നോക്കണം. അത് കുഞ്ഞൊരു സാധനം, ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ അതെന്താന്ന് നോക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം
അതായത് നമ്മൾ അസ്യൂം ചെയ്യുക ഒരു എക്കോണമിയിൽ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൗസ് ഹോൾഡ്സും മറ്റത് ഫേംസ്, അതായത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനും സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സെക്ഷനും. അപ്പോൾ ഒരു എക്കോണമിയിൽ ആകെപ്പാടെ രണ്ട് സെക്ഷൻ ഓഫ് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഈ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേര് ഹൗസ് ഹോൾഡ്സ്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേര് ഫേംസ്. അപ്പോൾ ഈ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സ് കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടറീസ് അല്ലെങ്കിൽ ഫേംസിന് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങളുടെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഹൗസ് ഹോൾഡ്സ് ആണ്. ഈ റോ മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേര്, റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ, ഈ അസംസ്കൃത വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടർ സർവീസസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. അപ്പൊ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് ഹൗസ് ഹോൾഡ്സ് ആണ്. അവരാണ് കൊടുക്കുക. ഫാക്ടേഴ്സ് ഓഫ് സർവീസ് ഇവർ കൊടുക്കും. അപ്പൊ ഇവർ ഫാക്ടേഴ്സ് ഓഫ് സർവീസ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ഫേംസ് ഇവർക്ക് ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. ഇപ്പൊ ലാൻഡിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് റെന്റ് ആണ്, ഭൂമിക്ക് പാട്ടം. ലേബറിന്റെ ഇതെന്ന് പറയുന്നത് വേജ് ആണ്, വേജ്. ഇനി ക്യാപിറ്റലിന്റെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്, ഓർഗനൈസറിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇത് അതായത് ഈ ഹൗസ് ഹോൾഡ് ഫേംസിന് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഈ ഫേംസ് അവർക്ക് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പേയ്മെന്റ് കൊടുക്കുന്നു. ഇപ്പൊ ഹൗസ് ഹോൾഡിന്റെ അടുത്ത് പൈസയുണ്ട്, ഫേംസിന്റെ അടുത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഹൗസ് ഹോൾഡ് ഈ പൈസ യൂസ് ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫേംസിന്റെ അടുത്ത് നിന്ന് കൺസ്യൂം ചെയ്യും, കൺസംഷൻ നടത്തും. ഫേംസ് ആണെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഇവര് കൺസ്യൂം ചെയ്ത സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതായത് കൺസംഷൻ നടത്തുന്ന ആൾക്കാരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫേമിന്റെ ഇൻകം ആണ്. ഇനി ഫേമിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൺസംഷൻ നടത്തുന്ന ആൾക്കാരുടെ ഇൻകം ആണ്, ഒന്നുമില്ല. അതായത് ഒരു എക്കോണമിയിൽ 2 ആൾക്കാർ, അപ്പോൾ ഒരാൾ കൺസംഷൻ നടത്തും, ഒരാൾ പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ ഈ കൺസംഷൻ നടത്തുന്ന ആൾക്കാരാണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ആള് ഇവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് അതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കും. ഈ കൺസംഷൻ നടത്തുന്ന ആൾക്കാർ ഇവരുടെ അടുത്ത് നിന്ന്, ഫേംസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ പൈസ ഉപയോഗിച്ച് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു സർക്കുലർ ഫ്ലോ ആണ്, ഇൻകത്തിന്റെ ഒരു സർക്കുലർ ഫ്ലോ ആണ് നടക്കുന്നത്. അതായത് ഹൗസ് ഹോൾഡിന്റെ അടുത്ത് നിന്ന് ഫേമിന്റെ അടുത്തേക്ക് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങനെ പോകും. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്. അപ്പം ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ റെന്റ്, വേജ്, പ്രോഫിറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഒരു വർഷം ഒരു രാജ്യത്ത് കിട്ടിയിട്ടുള്ള എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി, അതായത് ലാൻഡിന് എത്ര റെന്റ് കിട്ടി, ലേബർക്ക് എത്ര വേജ് കിട്ടി, ക്യാപിറ്റലിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, ഓർഗനൈസർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ആ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇൻകം മെത്തേഡിൽ നമ്മൾ വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെന്റ്, ഇത്രയും സാധനങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം മെത്തേഡിൽ. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു എക്കോണമിയിൽ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. അതായത് കൺസംഷൻ നടത്തുന്നത്, അതായത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഗവൺമെന്റ്, പിന്നെ ഫോറിൻ മാർക്കറ്റ് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പൈസ ചെലവാക്കുന്നുള്ളത് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എക്കോണമിയിൽ എന്നുള്ളത്. പിന്നെ ഉള്ളത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം അങ്ങോട്ടേക്ക് കയറ്റി അയക്കുമ്പോൾ നമുക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളാണ് പൈസ കൊടുക്കേണ്ടത്, അത് മൈനസ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന്റെ എക്സ്പെൻഡിച്ചർ ആണ് വരിക. അപ്പൊ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ സ്പെൻഡിങ്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇൻകം മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷൻ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക.
അതായത് റെന്റ് പ്ലസ് വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതായത് അഗ്രഗേറ്റ് മണി വാല്യൂ ആണ്. അതായത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അഗ്രഗേറ്റ് മണി വാല്യൂ ആണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. അതായത് എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്, എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, എന്താണ് ഇൻകം മെത്തേഡ്. അപ്പൊ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഗ്രഗേറ്റ് മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്ര പൈസ നമ്മൾ എക്കോണമിയിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്തു, നമ്മളെന്ന് പറയുമ്പോൾ മൊത്തം കേട്ടോ, ഒരു രാജ്യം എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അതിന്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇപ്പൊ നാഷണൽ ഇൻകം എന്താണെന്ന് പഠിച്ചു, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പഠിച്ചു. ഡെഫിനിഷനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിവിഷൻ എന്തൊക്കെയാണെന്ന് നോക്കി. പിന്നെ ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മണി വാല്യൂ എന്ന് പറയുന്ന ടേമിലേക്ക് വന്നിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാഷണൽ ഇൻകത്തിന്റെ വേരിയബിൾസ് ആണ്. ഒന്നാമത്തേത് GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ സെയിം ആണ്. ടോട്ടൽ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ഇതിനകത്ത് GDP എന്ന് പറയുമ്പോൾ ഡി എന്ന് പറയുന്ന ടേമിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. അതായത് ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മണി വാല്യൂ ആണ് നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പം ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇന്ത്യന്റെ ഉള്ളിൽ നടന്ന എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ വാല്യൂ മാത്രമാണ് നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ അമേരിക്കക്കാർ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ജർമ്മൻസ് വന്നിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ആക്ടിവിറ്റീസ് നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടെറിട്ടറിയാണ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെറിട്ടറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നടന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ GDPയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാഷണൽ എന്ന് പറയുന്ന ടേമിനാണ് ഇമ്പോർട്ടൻസ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിറ്റിസൺസിന്റെ ഇൻകം ആണ്. അതായത് ഇപ്പൊ ഇന്ത്യയിലെ സിറ്റിസൺസ് അമേരിക്കയിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അവരുടെ ഇൻകം നമ്മൾ GNPയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ GDPയിൽ നമ്മൾ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യില്ല, GNPയിൽ നമ്മൾ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. GNP എന്ന് പറയുമ്പോൾ അവിടുത്തെ സിറ്റിസൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം, സിറ്റിസൺസിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ GNPയിൽ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക GNPയിലാണ്. അമേരിക്കയിലൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ അവരുടെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? GNPയിലാണ്. പക്ഷെ GDPയിൽ ഇന്ത്യന്റെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റി മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ GDPയും GNPയും ബേസിക് ആയിട്ടുള്ള ഐഡിയ അത്രയേ ഉള്ളൂ. പിന്നുള്ളത് NDP എന്ന് പറഞ്ഞാൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഒരു സംഭവത്തിന് ഉണ്ടാകുന്ന തേയ്മാനം, വിയർ ആൻഡ് ടിയർ ഓഫ് ആൻ ഒബ്ജക്ട്, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് നമ്മൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കേടുണ്ടാവില്ലേ? ആ കേടിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് കുറേ കാലം കഴിയുമ്പോൾ അതിന് മെയിൻ്റനൻസ് നടത്തേണ്ടി വരില്ലേ? അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെസ്ക് ബെഞ്ചൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഒടിഞ്ഞു പോകില്ലേ? അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GDPയിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ സംഭവിച്ചതിൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യും. അതിനെയാണ് നമ്മൾ NDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷന്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യും. അതിനാണ് നമ്മൾ NNP എന്ന് പറയുന്നത്. അപ്പോൾ GDP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു NDP, GNP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു NNP. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിന്റെ ഉള്ളിൽ ഉള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ മണി വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. GNP എന്ന് പറയുന്നത് ടെറിട്ടറിയുടെ പുറത്ത് സിറ്റിസൺസിന്റെ എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ഇന്ത്യയുടെ സിറ്റിസൺ പല രാജ്യങ്ങളിലുണ്ടാവും, അവരുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റി GNPയുടെ കീഴിൽ വരും. അതാണ് GDP ആൻഡ് GNP. പിന്നെ NDP, NNP. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഒക്കെയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസും NNP അറ്റ് ഫാക്ടർ കോസ്റ്റും ആണ്. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഇപ്പം NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അതായത് GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നതാണ് NNP എന്ന് പറയുന്നത്.
അപ്പോൾ ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിലാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നും കൂടി മെഷർ ചെയ്യും. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻഡയറക്റ്റ് ടാക്സ് സബ്സിഡി അതിന്റെ ഇമ്പാക്ട് ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്യുവർ ആയിട്ട് എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്തത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം. അപ്പോൾ ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യണം. ഇപ്പം ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തത് ദാദാഭായ് നറോജി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നറോജി. അപ്പോൾ ഈ ദാദാഭായ് നറോജിയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രെയിൻ ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ദാദാഭായ് നറോജിയാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നറോജിയാണ്. റാസ്ത് ഗോഫ്തർ, വോയിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ദാദാഭായ് നറോജിയുടെ പത്രങ്ങളാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നറോജിയാണ്. അപ്പോൾ ഈ ദാദാഭായ് നറോജിയുടെ പേരിൽ പുരസ്കാരം ആരംഭിച്ച രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയിലാണ് ദാദാഭായ് നറോജി ആദ്യമായിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഇന്ത്യക്കാരെ കൊള്ളയടിക്കുകയാണ്. അതായത് ഇന്ത്യക്കാരുടെ ധനം അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസ് എല്ലാം ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കുകയാണെന്നാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാദാഭായ് നറോജി ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യയിലെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തി, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ദാദാഭായ് നറോജിയാണ്. റാസ്ത് ഗോഫ്തർ, വോയിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ദാദാഭായ് നറോജിയുടെ പത്രങ്ങളാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നറോജിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ പുസ്തകം കൊണ്ടുവന്നത് പുരസ്കാരം ആരംഭിച്ചത് ബ്രിട്ടൻ ആണ് കേട്ടോ. അപ്പൊ ദാദാഭായ് നറോജിയുടെ പേരിൽ പുരസ്കാരം ആരംഭിച്ചത് ബ്രിട്ടൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അപ്പം ഇന്ത്യയിലെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ദാദാഭായ് നറോജിയാണ്. പക്ഷെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് VKRV റാവു ആണ്. അപ്പം നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ദാദാഭായ് നറോജി, സയന്റിഫിക്കലി ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് VKRV റാവു. നാഷണൽ ഇൻകം കമ്മിറ്റി നിലവിൽ വരുന്നത് 1949 അപ്പൊ ഈ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ച ജൂൺ 29 നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. കൊൽക്കത്തയില് 1931 ഡിസംബർ 17 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ് ആണ്. പിന്നെ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം PC മഹലനോബിസിൻ്റെതാണ്. ഇനി ഇത്രയാണ്, അതായത് VKRV റാവു ആണ് സയന്റിഫിക് ആയിട്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. നാഷണൽ ഇൻകം കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് PC മഹലനോബിസ് 1949. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജൂൺ 29 സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം PC മഹലനോബിസിൻ്റെതാണ്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഇപ്പൊ നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CSO ആണ്. CSO 1951 മെയ് 2 നിലവിൽ വരുന്നത്. ന്യൂഡൽഹിയാണ് CSOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. CSOയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ധവളപത്രം. 1956 ധവളപത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് R.C. ദത്ത് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോഴാണ് നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ജസ്റ്റ് ഓടിച്ച് ഒന്ന് കവർ ചെയ്യാനായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്, നാഷണൽ ഇൻകത്തിന്റെ വേരിയബിൾസ്, പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റുകളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.